സാമൂഹ്യ അകലം എന്ന വാക്ക് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് കോവിഡ്-19 കാലത്താണ്. പരസ്പര സമ്പർക്കത്തിലൂടെ അസുഖം ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് സാമൂഹ്യ അകലം എന്ന ആശയം മുന്നോട്ട് വയ്ക്കപ്പെട്ടത്. നമ്മൾ പൊതു ഇടങ്ങളിൽ മറ്റുള്ളവരിൽ നിന്ന് 1 മീറ്ററെങ്കിലും അകലം പാലിക്കുക എന്നുള്ള രീതിയിലായിരുന്നു ഗവൺമെൻറ് ഈ ആശയത്തെ മുന്നോട്ട് വച്ചത്. കോവിഡിനെ നിയന്ത്രിക്കാൻ ഇത് ഫലപ്രദമായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. പക്ഷേ സാമൂഹ്യ അകലം എന്ന ആശയം അത്ര പുതിയതല്ല. സോഷ്യോളജിയിൽ ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1924 എമിറി ബൊഗാഡസ് എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന ആശയം മുന്നോട്ട് വച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ആശയത്തിന് അസുഖങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. എമിറി ബൊഗാഡസിൻ്റെ സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന ആശയം ഒരു വ്യക്തി മറ്റ് സമൂഹങ്ങൾ, അതായത് ഒരു സൊസൈറ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള പശ്ചാത്തലത്തിലുള്ള ആളുകളുണ്ടാവാം. അത് വിവിധ വർഗക്കാരായിരിക്കാം. ഇപ്പോൾ അമേരിക്ക പോലെയുള്ള ഒരു സമൂഹത്തിൽ കറുത്തവരും വെളുത്തവരും എന്നുള്ള ഒരു വേർതിരിവുണ്ട്. അതുപോലെ തന്നെ ഇത് പല ഭാഷകൾ സംസാരിക്കുന്നവരോ പല മതങ്ങളിൽ വിശ്വസിക്കുന്നവരോ അങ്ങനെ എല്ലാം തന്നെ പലതരം സമൂഹങ്ങൾ ഒരു സൊസൈറ്റിയുടെ അകത്ത് കാണപ്പെടും. അപ്പോൾ ഒരു സമൂഹത്തിൽപ്പെട്ട ആൾക്ക് മറ്റൊരു സമുദായത്തിലെ അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിലെ വ്യക്തിയുമായി എത്ര അടുത്ത് ഇടപഴകാൻ സാധിക്കും എന്നുള്ള ആശയത്തെ മുൻനിർത്തിയാണ് സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന ആശയം ബൊഗാഡസ് മുന്നോട്ട് വച്ചത്. അതായത് മനുഷ്യരെപ്പോഴും അവർക്ക് സമാനതകളുള്ള ആളുകളുമായി, അതായത് നമ്മുടെ മതം, നമ്മുടെ വർഗം, നമ്മുടെ ഭാഷ സംസാരിക്കുന്നവർ, അത്തരക്കാരുമായി കൂടുതൽ ഇടപഴകാനാണ് മനുഷ്യർ സ്വാഭാവികമായും താല്പര്യപ്പെടുന്നത്. അങ്ങനെ അല്ലാത്തവരും ഉണ്ടാകാം. പക്ഷേ ചിലപ്പോൾ ഇത് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടന്ന് മറ്റൊരു സമൂഹത്തിൽപ്പെട്ട മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരാളെ തീരെ അംഗീകരിക്കാൻ കഴിയാത്ത ആളുകളും ഉണ്ടാകാം. ഇതിനൊരു മറുവശവുമുണ്ട്. ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളെ തീരെ അംഗീകരിക്കാത്ത മനുഷ്യരെ എല്ലാ വിധത്തിൽപ്പെട്ട ആളുകളെയും ഒരുപോലെ കാണുന്നവരും ഉണ്ടാകാം. അപ്പോൾ പ്രത്യേകിച്ചും പലതരം പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളുകളുള്ള ഒരു സമൂഹത്തിൽ ഓരോ വ്യക്തിയും മറ്റ് സമുദായത്തിൽപ്പെട്ട ഒരാളെ എങ്ങനെ കാണുന്നു, ഏത് ഘട്ടം വരെ അല്ലെങ്കിൽ ഏത് തലം വരെ ആ വ്യക്തിയെ സ്വന്തം ജീവിതത്തിൽ സ്വീകരിക്കുന്നു, ഈ ഒരു ആശയത്തെ മുൻനിർത്തിയാണ് ബൊഗാഡസ് ഈ സാമൂഹ്യ അകലം അഥവാ സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന ആശയം മുന്നോട്ട് വച്ചത്. ഇതിനെ അളക്കാൻ വേണ്ടി സോഷ്യൽ ഡിസ്റ്റൻസ് സ്കെയിൽ എന്ന് പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം കണ്ടുപിടിച്ചു. സോഷ്യൽ ഡിസ്റ്റൻസ് സ്കെയിൽ എന്ന് പറയുമ്പോൾ ബൊഗാഡസ് പറയുന്നത് അതിൽ 7 ചോദ്യങ്ങളാണ് ഒരു വ്യക്തിയോട് അദ്ദേഹം ചോദിക്കുന്നത്. അതായത് നിങ്ങളുടേതല്ലാത്ത പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയുമായി എത്ര തരത്തിലുള്ള അടുപ്പം അല്ലെങ്കിൽ ഏത് ലെവൽ വരെയുള്ള ഒരു അടുപ്പം നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. 7 ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇതിൽ ഏറ്റവും ആദ്യത്തേത് ഒരു പരമാവധി അടുപ്പത്തെയും ഏറ്റവും അവസാനത്തേത് ആ ഒരു പരമാവധി ദൂരത്തെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ ചോദ്യാവലി ക്വസ്റ്റിനെയർ നമ്മൾ ഒരാൾക്ക് കൊടുത്താൽ അത് 7 ചോദ്യങ്ങളുള്ളതിൽ നിങ്ങൾ ഏറ്റവും മുകളിലത്തേത് ശരിയാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഏറ്റവും അതിന് താഴെയുള്ള എല്ലാം തന്നെ നിങ്ങൾക്ക് സ്വീകാര്യമാണെന്നാണ് അതിൻ്റെ അർത്ഥം. ബൊഗാഡസിൻ്റെ സോഷ്യൽ ഡിസ്റ്റൻസ് സ്കെയിലിൽ ആദ്യത്തെ ചോദ്യം മറ്റൊരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന വ്യക്തിയെ വിവാഹം കഴിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ എന്നാണ്. അപ്പോൾ വിവാഹം എന്ന് പറയുന്നത് 2 വ്യക്തികൾ തമ്മിലുള്ള വളരെ അടുത്ത ഒരു ബന്ധമാണെന്നിരിക്കെ മറ്റൊരു സമുദായത്തിൽപ്പെട്ട മറ്റൊരു പശ്ചാത്തലത്തിൽപ്പെട്ട വ്യക്തിയെ ഒരാൾ വിവാഹം കഴിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ സ്വാഭാവികമായും അതിന് താഴെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അയാൾക്ക് സ്വീകാര്യമാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: നിങ്ങൾ ഇങ്ങനെയുള്ള മറ്റ് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരാളെ വിവാഹം കഴിക്കാൻ തയ്യാറാകുമോ? രണ്ടാമത്തെ ചോദ്യം, അത്തരത്തിലുള്ള
ഒരാളെ നിങ്ങളുടെ അടുത്ത സുഹൃത്തായി നിങ്ങൾ കണക്കാക്കുമോ എന്നാണ്. അപ്പം വിവാഹത്തിന് ശേഷം ഇവിടെ അടുത്ത സുഹൃത്ത് എന്ന പദവിയാണ് വരുന്നത്. മൂന്നാമത്തെ ചോദ്യത്തിൽ അത്തരം ഒരാൾ നിങ്ങളുടെ അയൽക്കാരനാവുന്നത് നിങ്ങൾക്ക് സമ്മതമാണോ എന്നാണ്. പലപ്പോഴും പല നഗരങ്ങളിലും ഒരേ സമുദായക്കാർ അല്ലെങ്കിൽ ഒരേ മതക്കാർ ഒന്നിച്ച് താമസിക്കുന്ന ഒരു രീതി, നമ്മൾ ഇംഗ്ലീഷിൽ ഇതിനെ ഗെറ്റോയിസേഷൻ എന്ന് പറയും. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉള്ളപ്പോൾ സ്വാഭാവികമായും ഈ ചോദ്യത്തിനും വളരെ പ്രസക്തിയുണ്ട്. നമ്മുടെ അയൽക്കാരുമായി നമുക്ക് നിരന്തരമായ കൊടുക്കൽ വാങ്ങലുകളെല്ലാം നടക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരാളെ നിങ്ങൾ അയൽക്കാരനായി സ്വീകരിക്കുമോ എന്ന മൂന്നാമത്തെ ചോദ്യവും പ്രസക്തമാണ്. നാലാമത്തെ ചോദ്യം, ഇങ്ങനെ ഒരാളെ നിങ്ങൾ ജോലിസ്ഥലത്ത് നിങ്ങളുടെ സഹപ്രവർത്തകനായി സ്വീകരിക്കാൻ ഒരുക്കമാണോ എന്നാണ്. ജോലിസ്ഥലത്തും ഈ പറഞ്ഞതുപോലെ ഒരുപാട് നമ്മൾ സമയം ചെലവഴിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ചോദ്യത്തിനും പ്രസക്തിയുണ്ട്. അഞ്ചാമത്തെ ചോദ്യം, മറ്റൊരു സമുദായത്തിൽപ്പെട്ട വ്യക്തി നിങ്ങളുടെ രാജ്യത്ത് ഒരു പൗരനായി ജീവിക്കുന്നത് നിങ്ങൾക്ക് സമ്മതമാണോ? വംശീയതയും മറ്റും കേന്ദ്രീകരിച്ചുള്ള രാജ്യങ്ങൾ പലതും ലോകത്ത് നിലവിലുള്ളപ്പോൾ ഈ ചോദ്യം ആധുനിക സമൂഹത്തിൽ വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. നിങ്ങളുടെ രാജ്യത്ത് നിങ്ങളെപ്പോലെ തന്നെ ഒരു പൗരനായി ജീവിക്കാൻ നിങ്ങൾ ആ വ്യക്തിയെ അനുവദിക്കുന്നുണ്ടോ? ആറാമത്തെ ചോദ്യം, മറ്റൊരു സമുദായത്തിൽപ്പെട്ട വ്യക്തി നിങ്ങളുടെ രാജ്യം സന്ദർശിക്കുന്നത് നിങ്ങൾക്ക് സമ്മതമാണോ? ഇത് വീണ്ടും നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സ്ഥിര താമസക്കാരനായിട്ടല്ല, ഒരു സന്ദർശകൻ എന്ന നിലയിൽ ഇത്തരത്തിലുള്ള ഒരു വ്യക്തി നിങ്ങളുടെ നാട്ടിൽ വന്നു പോകുന്നത് നിങ്ങൾക്ക് സമ്മതമാണോ എന്നാണ് ആറാമത്തെ ചോദ്യം. ഏഴാമത്തെ ചോദ്യം, അത്തരത്തിലൊരാളെ എൻ്റെ രാജ്യത്ത് പ്രവേശിക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. ഇത് നമ്മൾ പറയുന്ന വംശീയതയുടെയും ആ ഒരു വിദ്വേഷത്തിൻ്റെയും ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു പോയിൻ്റാണ്. മറ്റ് സമുദായത്തിൽപ്പെട്ട ഒരാൾ, ഉദാഹരണമായി ഒരു വെള്ളക്കാരൻ കറുത്ത വർഗത്തിൽപ്പെട്ട ഒരാളെ എൻ്റെ രാജ്യത്തിലെ ഞാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ, ഞാൻ ഇടപഴകുന്ന ആ ഒരു സ്ഥലത്ത് ഒരു സന്ദർശകനായി പോലും അയാളെ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ അത് ഈ പറഞ്ഞ വംശീയതയുടെയും വിദ്വേഷത്തിൻ്റെയും ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഈ ഒരു സ്കെയിലിൽ ഇപ്പോൾ ഇതിൽ ഏറ്റവും അവസാനത്തെ കാര്യത്തിന് ഒരാൾ, അതായത് ഒരു സന്ദർശകനായി പോലും മറ്റൊരു സമുദായക്കാരനെ അനുവദിക്കില്ലെന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റമാണ്. നേരെ മറിച്ച് മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ അത് മറ്റൊരു അറ്റത്താണ് ചെന്ന് നിൽക്കുന്നത്. ഇന്ത്യൻ സാഹചര്യത്തിലും നമുക്ക് ഈ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരു കാലത്ത് ജാതി വ്യവസ്ഥ ശക്തമായിരുന്ന കാലത്ത് കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ ഓരോ ജാതിക്കാരും മറ്റ് ജാതിക്കാരിൽ നിന്ന് പാലിക്കേണ്ട അകലത്തിന് കൃത്യമായ കണക്കുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണമായി ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ അടുത്ത് മറ്റ് സമുദായക്കാർക്ക് പോവാൻ സാധിക്കില്ലായിരുന്നു. അവർ കൃത്യമായി ഇത്ര അടി മാറി നിൽക്കണം എന്നുള്ളതിന് കണക്കുകളുണ്ട്. അതുതന്നെ നായർ സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിൽ ഇത്ര അടി ദൂരം, മറ്റ് സമുദായക്കാർക്ക് വീണ്ടും ദൂരം. നമ്മൾ ഇപ്പോൾ ദളിത് എന്ന് പറയാവുന്ന ഷെഡ്യൂൾ കാസ്റ്റ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ ഇവരുടെ കൺമുന്നിൽ പോലും വരാൻ പാടില്ല എന്നും മറ്റുമുള്ള രീതിയിൽ സാമൂഹ്യ അകലം ഒരു കാലത്ത് ഇവിടെ വ്യാപകമായിരുന്നു. കേരളത്തിൽ ഇന്ന് ഇത്തരമൊരു സാഹചര്യം നിലവിലില്ല. പക്ഷേ ഇന്ത്യയുടെ മറ്റ് പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ നമ്മൾ അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു ആചാരം ഇപ്പോഴും നിലവിലുണ്ട്. പല ഷെഡ്യൂൾ കാസ്റ്റ് സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും അമ്പലത്തിൻ്റെ അടുത്തുള്ള റോഡുകളിലൂടെ നടക്കാനും അതുപോലെ തന്നെ ഉയർന്ന ജാതിക്കാർ താമസിക്കുന്ന തെരുവുകളിലൂടെ നടക്കാനും മറ്റും വിലക്കുകളുള്ളത് നിങ്ങൾ കേട്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ പറഞ്ഞ സോഷ്യൽ ഡിസ്റ്റൻസിൻ്റെ മറ്റ് പല തരത്തിലുള്ള പ്രതിഫലനങ്ങളാണ്. കേരളത്തിൽ ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വൈക്കം ഗുരുവായൂർ സത്യാഗ്രഹങ്ങളും അതിനുശേഷം 1936 ക്ഷേത്രപ്രവേശന വിളംബരവുമെല്ലാം മൂലം സ്ഥിതിഗതികൾക്ക് കാര്യമായ മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയുടെ മറ്റ് പല ഇടങ്ങളിലും അതല്ല അവസ്ഥ. ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ പറഞ്ഞ
സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരു ജാതി വ്യവസ്ഥയാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് ഇവിടെ ഓർക്കാം. അപ്പോൾ സാമൂഹ്യ അകലം എന്ന് പറയുമ്പോൾ അത് അസുഖവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, സോഷ്യോളജി പോലുള്ളൊരു വിഷയത്തിൽ അതിന് മറ്റ് പല അർത്ഥങ്ങളുമുണ്ട് എന്ന കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. നന്ദി.